വൈകിട്ടൊരു ഡിന്നറുണ്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ പോകുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇപ്പോൾ ഗിഫ്റ്റ് വാങ്ങാൻ പോകും. അപ്പോൾ താഴെ ഡാനിയും പിള്ളേരും വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ട് താഴെ ഇതേപോലൊരു ചെറിയൊരു സ്ഥലമുണ്ട് വിസിറ്റേഴ്സിനൊക്കെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ദൂരത്തിലൊരു മോളുണ്ട്. അപ്പോൾ ആ മോളിൽ പോയി നമുക്ക് വേണ്ടിയ സാധനങ്ങൾ വാങ്ങിക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഒരു പാർക്കിലൊക്കെ പോയി കുറേ കളിച്ചത് കൊണ്ട് ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി അങ്ങ്. ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് നടക്കുവാണേ. അങ്ങനെ കുടിയൊക്കെ കഴിഞ്ഞ് റെഡിയായി 6:45 ആയപ്പോൾ പോകാമെന്ന് വെച്ചു. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ്സേ ഉള്ളൂ. പക്ഷെ തണുപ്പായതുകൊണ്ട് നമ്മൾ കാറിലങ്ങ് പോയതാണേ. നല്ല തണുപ്പാണേ. നോക്കട്ടെ വെതർ ഇപ്പം എത്രയാണ്. ഇതാണ് നമ്മുടെ സ്വന്തം സുനേന. സുനയുടെ ഹസ്ബൻഡ് ടോണി, പിന്നെ കസിൻ റൂബനാണ് അത്. നല്ല രസമാണ് വീട് കാണാൻ. നല്ല ക്യൂട്ട് സാധനങ്ങളൊക്കെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ലൊരു കോസി ഫീലിംഗ് നമുക്ക് തരും അവിടെ ഇരിക്കുമ്പോൾ. സുനനെ നമ്മൾ വിളിക്കുന്നത് സൂന്നാണേ. സൂനെ പരിചയപ്പെട്ടതും മിണ്ടിയതും ഒക്കെ ഭയങ്കര ഒരു അപ്രതീക്ഷിതമായിട്ടാണ്. ഇപ്പോൾ ഒരു സ്റ്റോറി ഉണ്ട് ഇതിൻ്റെ പിന്നിലെ. ഇപ്പം ഞങ്ങളുടെ പ്രോപ്പർട്ടി മാനേജറാണ് സൂ. ഇപ്പം ഡാനി പറഞ്ഞു ആള് മലയാളിയാണ്, ദുബായിലൊക്കെ ആയിരുന്നെന്ന് പറഞ്ഞപ്പോൾ മലയാളിയാണോ ഓസി അല്ലേ എന്നൊക്കെ ഞാൻ ആദ്യം ചോദിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ വന്നപ്പോൾ ഇതുപോലെ സൂവും ടോണിയും ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി ഞാനും സൂ. പട്ടണ പ്രവേശനത്തിൽ ശ്രീനിവാസനും തിലകനും അങ്ങോട്ടും ഇങ്ങോട്ടും വീടും നാടും ചോദിക്കുന്ന പോലെ ഞങ്ങളും ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ചും പറഞ്ഞും വന്നപ്പോഴാണ് എൻ്റെ അമ്മച്ചിയുടെ സിസ്റ്ററാണ് സൂവിൻ്റെ അമ്മച്ചിയുടെ അമ്മ. ഇഫ് യു നോ യു നോ. ആദ്യം മനസ്സിലാക്കി വരാൻ ഞങ്ങൾക്ക് 2 പേർക്കും പാടായിരുന്നു, പിന്നെ പിടികിട്ടി കേട്ടോ. അങ്ങനെ സൂ ഉണ്ടാക്കി തന്ന അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല ആസ്വദിച്ച് കഴിച്ച് കേക്കും കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. അങ്ങനെ വന്ന് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഡാനിയോട് പറയും, എന്നാലും ഞാനും സൂവും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചോ ഇങ്ങനൊരു റിലേഷൻ കാണുമെന്നുള്ളത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇവരുറങ്ങി. അങ്ങനെ പെയ്യെ ഞങ്ങളും ഉറങ്ങാൻ പോവാണേ.